ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ ചെമ്മീനേ ഉള്ളേ. കഴുകി വൃത്തിയാക്കിയപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു നാടൻ റോസ്റ്റ് നമ്മുടേതായ രീതിയിൽ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. ആദ്യം തന്നെ ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടേ. ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, 1 സ്പൂൺ ഇട്ടേ. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെക്കാവേ. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലേ ഇതിനകത്ത് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കുള്ളേ. അപ്പൊ നമുക്കിനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടിയ ചെമ്മീൻ അവിടെ ഇരിക്കട്ടെ ഒരു 1/2 മണിക്കൂർ. നമുക്ക് ആ സമയത്ത് നമ്മുടെ ഒരു ഗ്രേവിക്കുള്ള ഒരു സംഭവമൊക്കെ റെഡിയാക്കാം. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിക്കോട്ടെ. പാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമുക്ക് ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഒരു 10-12 ചെറിയുള്ളിയും ഒരൊറ്റ സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടേക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മുടെ ചെമ്മീനയിൽ ഉപ്പ് വെച്ചിട്ടുണ്ട്, എന്നാലും ഇതിനാവശ്യമുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരണേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഇടാവേ. പിന്നെ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ സവോള ഇത്രയും നന്നായിട്ട് വഴന്നാലാണ് നമ്മുടെ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമുള്ള 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഇടുന്നത്. പിന്നെ നമ്മുടെ ഇതേലും ഉണ്ടല്ലോ ഒരു ചെറിയ മധുരവും ചെറിയൊരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ വരണം. 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇച്ചിരി 1/4 സ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. പെരുംജീരകവും ഇച്ചിരി ഏലക്കയും ഗ്രാമ്പും കൂടെ പൊടിച്ചാ. ഇത് പച്ചമല്ലി ചതച്ചതാണ് കേട്ടോ, അത് ഒരു 1/2 സ്പൂൺ ഇട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഒന്ന് ലൂസായി കണ്ടോ. പിന്നെ ഈ മസാല ഈ വെള്ളത്തിലൊന്ന് വേവുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് തന്നെ ചേർക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് മസാല വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു കറിയായത് കേട്ടോ. ഒരു റോസ്റ്റ് എന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ നമ്മുടെ ഒരു നാടൻ റോസ്റ്റ്. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചെമ്മീൻ എന്തായെന്ന് നോക്കണ്ടേ? നോക്കിയേ, നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. കഴിക്കാനും നല്ലതാ. ഇതാ നോക്കിയേ. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു തീയിൽ ഇതിങ്ങനെ ഒന്ന് വരട്ടെ. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇതൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി വറ്റി വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറു തീയിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന്
വെള്ളം വറ്റിച്ചെടുത്തപ്പം നോക്കിയേ നല്ല അടിപൊളി നാടൻ റോസ്റ്റ്. ഇച്ചിരി പച്ചക്കറി വേപ്പില ഇടുക. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേ, മൂടി വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നെടുക്കുക. കണ്ട നമ്മുടെ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിയേ, ഏത് ഗ്രേവിയിൽ വേണമെങ്കിലും എടുക്കാം. ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ചും കൂടെ ഇത്രയും ടൈറ്റ് ആകുന്നതിന് മുമ്പ് എടുക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഏത് രീതി വേണേലും കഴിക്കാം. അടിപൊളി സൂപ്പറാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പം തന്നെ ചെമ്മീനും നല്ല അടിപൊളിയല്ലേ. അപ്പം അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് എന്ന് തന്നെ പറയാം, നാടൻ റോസ്റ്റ്. അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പം അതിനൊരു നല്ലൊരു ടേസ്റ്റും കൂടെ വരുവേ. ഏത് ഇതിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവേ. കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. പത്തിരിക്കൊക്കെ വേണമെങ്കിൽ, പിന്നെ ചോറിനാണെങ്കിൽ ഈ പരുവത്തിലെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.